നമ്മളൊരു സങ്കടകരമായ വാർത്തയിലേക്ക് പോവുകയാണ്. കൊല്ലം കൊടുവിളയിൽ വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. 12 വയസ്സുകാരൻ ആദിദേവാണ് മരിച്ചത്. വീടിനോട് ചേർന്നുള്ള ഷെഡിനുള്ളിൽ തയ്യൽ മെഷീന് സമീപമാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൂര്യഗായത്രിയുണ്ട് കൊല്ലത്തു നിന്നും. സൂര്യ, വിവരങ്ങൾ. രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവ സമയത്ത് ആദിദേവിന്റെ സഹോദരി ആർദ്ര മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സഹോദരനെ അന്വേഷിച്ചെത്തിയ ആർദ്രയാണ് വീടിനോട് ചേർന്ന ഷെഡിനുള്ളിൽ തയ്യൽ മെഷീന് സമീപം ആദിദേവിനെ പൊള്ളലേറ്റ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. തുടർന്ന് സമീപവാസികളെ വിവരമറിയിക്കുകയും ആദിദേവിനെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും മരിച്ചിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇത് ഷെഡിൽ സൂക്ഷിച്ചിരുന്ന തകരാറിലായ വൈബ്രേറ്റർ മെഷീനാണ് അപകട കാരണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. തയ്യൽ മെഷീൻ മേശയ്ക്ക് മുകളിൽ വൈദ്യുതി പ്ലഗിൽ ഘടിപ്പിച്ച് സ്വിച്ച് ഓൺ ചെയ്ത നിലയിലാണ് വൈബ്രേറ്റർ മെഷീൻ ഉണ്ടായിരുന്നത്. ഇത് പ്രവർത്തിക്കാനുള്ള ശ്രമത്തിൽ വൈദ്യുതാഘാതമേറ്റതാകാം എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. എന്തായാലും കൂടുതൽ അന്വേഷണം ഇത് സംബന്ധിച്ച് നടത്തുകയാണ്. 12 വയസ്സുകാരനാണ് ആദിദേവ്. കൊടുവിള കൊച്ചുപ്ലാമൂട് ആദിഭവനിൽ രതീഷിന്റെയും അമൃതയുടെയും മകനാണ് ആദിദേവ്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.